ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പനീർ പറാത്തയാണ്. നമുക്ക് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന, അല്പം തൈരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഞാനിവിടെ 1 കപ്പ് വെള്ളം, അതിനാവശ്യമായ ഉപ്പുമിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഏതാണ്ട് 2-2.25 കപ്പോളം പൊടി വേണ്ടി വരും. ഓരോരുത്തരുടെ ആട്ടയുടെ അനുസരിച്ച് അല്പം വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി പനീറിന്റെ മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 150 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും, പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതൊന്ന് വറുത്ത് പൊടിച്ചതാണ്. പിന്നെ വെളുത്തുള്ളി 1 അല്ലി, അതൊന്ന് വളരെ ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ മല്ലിയില, അതും ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതിനാവശ്യമായ ഉപ്പ്, ഇതിൽ ഞാൻ ചീസ് കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അത് നോക്കി വേണം ഉപ്പിടാൻ. 2 ചീസ് ക്യൂബ്സ് എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം മാറ്റി വെച്ചിരുന്ന ആട്ട എടുക്കാം. ആട്ട ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഒരു ബോൾ എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലിയ ബോൾ വേണം എടുക്കാൻ. ഇനി അതിന്റെ നടുഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് വേണം നമുക്ക് ഫില്ലിംഗ് ഇട്ട് വെക്കാൻ. ഇനി ഇതിൽ ഫില്ലിംഗ് വെക്കാം. ഞാനിതിലൊരു 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെക്കാം. ഇനി അത് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് എല്ലാ വശവും ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് ചെറുതായി പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി റോൾ ചെയ്യുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ സോഫ്റ്റായി വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അതിലെ ഫില്ലിങ് പൊട്ടി പുറത്തു വരും. ചപ്പാത്തിയുടെ പോലെ അങ്ങനെ തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു വശം ചെറുതായി ഒന്നായി കഴിയുമ്പോൾ മറിച്ചിടാം. ഇനി ഇതിലേക്ക് അല്പം എണ്ണ തൂവി കൊടുക്കാം. എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂവി കൊടുക്കാം. ഞാനിവിടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്പം എണ്ണ കൂടി തൂവി കൊടുക്കാം. പനീർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ പറാട്ട ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാട്ടയാണ്. രണ്ട് വശവും നന്നായി കുക്കായതിനു ശേഷം നമുക്കത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ മറ്റു പറാത്തകളെല്ലാം ഉണ്ടാക്കിയെടുക്കാം. കറികളൊന്നുമില്ലെങ്കിലും നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു പറാത്തയാണിത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറി വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പറാത്തകളെല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് എന്നെ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.